ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മസാല ദോശ റെസിപ്പിയുമായാണ്. അപ്പോൾ കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 4 വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, 5 6 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഇനി കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ കിഴങ്ങ് വേവിക്കാൻ വെച്ചിരുന്നു, അത് വെന്തിട്ടുണ്ട്. ചൂടൊന്ന് ആറിയതിന് ശേഷം ഇതിൻ്റെ തൊലിയൊന്ന് കളഞ്ഞെടുക്കാം. ഇനി ഒരു ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ച വലിയ ഉള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഉള്ളി വാടാൻ ആവശ്യമായ ഉപ്പും ചേർത്ത് ഇളക്കി കൊടുക്കാം. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി വേവിച്ച കിഴങ്ങ് തൊലി കളഞ്ഞെടുത്ത് അത് ഉടച്ചെടുക്കാം. നന്നായി ഉടച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി വഴറ്റിയതിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഇളക്കി യോജിപ്പിക്കാം. കിഴങ്ങ് നല്ലോണം ഉടച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മസാല കുറച്ച് ലൂസായിരിക്കണം. ഇനി ചട്നി ഉണ്ടാക്കാം. തേങ്ങ, ചെറിയ ഉള്ളി, കാന്താരി മുളകും ചേർത്ത് അരച്ചെടുക്കാം. ഒരു ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇളക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചട്നി ആയിട്ടുണ്ട്. ഇതിലേക്കുള്ള ചമ്മന്തി ഉണ്ടാക്കാം. വലിയ ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, വേപ്പില, പച്ചമുളക് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ്, ഒരു ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ദോശമാവ് ഇതാ. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ചട്ടി ചൂടായി ദോശമാവ് ഒഴിച്ചിട്ടുണ്ട്. പരത്തി അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ദോശ ആയിട്ടുണ്ട്. അതിൻ്റെ മേലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല വെച്ച് മടക്കി കൊടുക്കാം. ഇപ്പോൾ മസാല ദോശ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വളരെ പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഹോട്ടലിൽ നിന്ന് വാങ്ങി കഴിക്കേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ തയ്യാറാക്കാം.